ടി ജി സജിത്ത് ചേരുന്നുണ്ട് വലിയ ചുടുകാട്ടിൽ നിന്ന്. സജിത്ത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വപ്നം ആ വലിയ ചുടുകാടിൻ്റെ മണ്ണിൽ അലിയുക എന്നതാണ്. അത്രത്തോളം ചരിത്രം അവിടെ ഉറങ്ങുന്നുണ്ട്, രക്തസാക്ഷികളുടെ സ്മരണകളുണ്ട്, ആ ചോരയുടെ ആർജവും ഊർജവും ആ മണ്ണിന് ഇന്നുമുണ്ട്. ആ മണ്ണിലേക്കാണ് വി എസ് മടങ്ങുന്നത്. അവിടെ എങ്ങനെയൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? ശ്രീജ സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആവണമെന്നത് ഒരാഗ്രഹമാവണം. ആ ആഗ്രഹ പൂർത്തീകരണം കൂടിയാവാം ഒരുപക്ഷെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ വി എസ് അദ്ദേഹവും ആഗ്രഹിച്ചിട്ടുണ്ടാവാം വലിയ ചുടുകാടിൽ തന്നെ താൻ സംസ്കരിക്കപ്പെടണം എന്നത്. അത് സ്വാഭാവികമായും അത് തന്നെ സംഭവിക്കുന്നു എന്നതാണ്. നമുക്കറിയാം വലിയ ചുടുകാടിന്റെ പ്രത്യേകതയെക്കുറിച്ച് കേരളത്തിൽ ആർക്കും തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. രാജവാഴ്ചയ്ക്കെതിരായ പുന്നപ്ര വയലാർ സമരവും ആ സ്മരണകൾ ഇരമ്പുന്ന രക്തസാക്ഷി കുടീരങ്ങളും ഉൾപ്പെടുന്ന ദേശീയപാതയ്ക്ക് സമീപമുള്ള വലിയ ചുടുകാടെന്നറിയപ്പെടുന്നത്. അവിടെ ഇപ്പൊ തന്നെ നമുക്ക് കാണാം രാജവാഴ്ചയ്ക്കെതിരെ പോരാടിയ പുന്നപ്ര വയലാർ രക്തസാക്ഷികളും ഇവിടെ സംസ്കരിക്കപ്പെട്ടവരും അടക്കം അവരുടെ പേരുകളടക്കം ശിലാലിഖിതങ്ങളായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പുന്നപ്ര വയലാർ സമര കാലഘട്ടത്ത് അതിന്റെ ഓർമ്മ ദിവസങ്ങളിലെല്ലാം ഈ വലിയ ചുടുകാട് ഒരു പ്രതീകമാണ്. അവരെ സംബന്ധിച്ച് അങ്ങേറ്റം നിർണായകമായ ഇടമാണ്. ആ ഇടത്തേക്കാണ് വി എസും മടങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ വി എസിനെ അദ്ദേഹത്തിന്റെ മൃതശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടമൊരുക്കിയിരിക്കുന്നത് ഇവിടെയാണ് അതിനുവേണ്ടി പ്രത്യേക ഇടം നിർമ്മിച്ച് അതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ ആ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മഴ ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുള്ള ക്രമീകരണങ്ങൾ കൂടി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മഴ നനയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ. ഒപ്പം തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു നാളെ വൈകിട്ട് സംസ്കാരം നടന്നതിന് ശേഷം നേതാക്കൾക്കൊക്കെ പങ്കെടുത്ത് ഒരു ചെറിയ രീതിയിൽ ഒരു അനുശോചന യോഗം പോലെ ചേരുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വലിയ ചുടുകാടിന്റെ കാഴ്ചകളിലേക്ക് തന്നെ വരുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണ്. സഹാവ് ടി വി തോമസ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം. തൊട്ടപ്പുറേക്ക് പോകുമ്പോൾ സഹാവ് പി ടി പുന്നൂസ്, ഒപ്പം ജോർജ് ചടയമുറി, ഒപ്പം കെ സി ജോർജ്, ഈ നേതാക്കളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടങ്ങൾ. അതിന് തൊട്ട് സമീപത്തേക്ക് തന്നെ വി എസിന്റെ അന്ത്യവിശ്രമത്തിനുള്ള ഇടവും ഒരുങ്ങുന്നു എന്നത് പ്രത്യേകതയാണ്. അങ്ങനെയാണ് വലിയ ചുടുകാടിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരുക്കങ്ങൾ. ഇവിടെ 4 മണിയോടുകൂടി ഇവിടേക്ക് എത്തുമെന്ന ഒരു അറിയിപ്പാണ് നിലവിൽ ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത് പാർട്ടി. പക്ഷേ അതൊന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം സമയം രാത്രി വൈകിയായിരിക്കാം ഒരു പക്ഷേ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ സാധ്യത. ആ തരത്തിലുള്ള വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടാകുന്നത്. ഇന്ന് ആലപ്പുഴ ജനസഹസ്രങ്ങൾ വന്നു പോകുന്ന സാഹചര്യം തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ ഈ വഴിയോരങ്ങളിലും തിരുവനന്തപുരത്തും കണ്ട കാഴ്ചകൾക്കും വ്യത്യസ്തമായി സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവർക്കൊക്കെ യാത്ര ചെയ്ത് തീവണ്ടിയിലും മറ്റ് വാഹനങ്ങളിലുമൊക്കെയായി റോഡുകൾ തമ്പടിച്ചവരുണ്ട്. പക്ഷേ ഇന്നിവിടെ നടക്കുന്ന പൊതുദർശന ചടങ്ങിലേക്ക് ഇവരുടെ എല്ലാം ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാവും. അതിനുശേഷം വലിയ ചുടുകാട്ടിലേക്ക് ഈ സംസ്കാരം എത്തുമ്പോൾ അത് മറ്റു കാഴ്ചയായി കൂടി മാറും. നമുക്കറിയാം വലിയ ചുടുകാട് വലിയ സ്ഥലപരിമിതിയുള്ള ഇടമാണ്. ദേശീയപാതയ്ക്ക് സമീപത്ത് തന്നെയുള്ള ഇവിടെ ഒത്തിരി കൂടുതൽ ആളുകൾക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുകയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പരിമിതമായ ആളുകളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളൊക്കെ വൈകിട്ട് നടക്കുക. ആ തരത്തിലാണ് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. മഴ ഒരു വില്ലനായേക്കാം എന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ അത് കാര്യമായ പ്രശ്നമുണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി പരമാവധി നനയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ ഇവിടേക്ക് വന്ന് സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. വി എസിനെ സംസ്കരിക്കുന്ന ഇടം കാണുന്നു. അവർക്ക് പുന്നപ്ര വയലാർ സ്മാരകം എന്ന് പറയുന്നത് CPIM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് സംബന്ധിച്ച് വൈകാരികമായ ഒരു ഇടം കൂടിയാണ്.